ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ ഒരു യാത്രയാണ് തൃശ്ശൂർക്ക്. ഈ ലോറിക്ക് പുറകിൽ വരുന്ന പെരിന്തൽമണ്ണ തിരുവനന്തപുരം സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റിലാണ് നമ്മുടെ തൃശ്ശൂർ യാത്ര. ഞങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും അച്ഛൻ്റെയും. ഞാനിപ്പോൾ വ്ളോഗിങ് തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. നിങ്ങളുടെയൊക്കെ സ്നേഹം കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകണു. നമ്മുടെ മിക്ക വ്ളോഗുകളും തുടങ്ങുന്നത് രാവിലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നെയ്റോസ്റ്റോ മസാല ദോശയോ കഴിച്ചാൽ തുടങ്ങുക. ഈ കാരണം കൊണ്ട് എൻ്റെ കൂട്ടുകാർക്കിടയിലും കസിൻസിനിടയിലും എനിക്കൊരു പേരുണ്ട്, നെയ്റോസ്റ്റോ വ്ളോഗ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമാട്ടോ. കേരളത്തിലെ 14 ജില്ലയിലും പോയിട്ട് നെയ്റോസ്റ്റോ അല്ലെങ്കിൽ മസാല ദോശയോ കഴിച്ച ആളാണ് ഞാൻ. അതിൽ ഒട്ടുമിക്കെന്നോ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അതങ്ങനെ ഒരു ക്ലീശ ലെവലിലേക്ക് പോയപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇനി അങ്ങോട്ട് കുറച്ച് വ്ളോഗുകളിൽ നെയ്റോസ്റ്റോ മസാല ദോശയോ വേണ്ട. അങ്ങനെ കഴിഞ്ഞ 8 വ്ളോഗുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയും തന്നെ ഈ 2 ഡിഷസും ഇല്ല. അതങ്ങനെ ഫൈനലി ഈ വീഡിയോയിൽ ബ്രേക്ക് ചെയ്യാണ്. നമ്മളങ്ങനെ ഇന്ന് മസാല ദോശയും നെയ്റോസ്റ്റും ട്രൈ ചെയ്യാൻ പോകുന്നത് തൃശ്ശൂരിൻ്റെ ദ മോസ്റ്റ് ലെജൻഡറി ഭാരതിലാണ്. തൃശ്ശൂർ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും വടക്കുന്നാഥൻ അമ്പലത്തിൻ്റെ ഒരു ഷോട്ടെങ്കിലും നമ്മൾ ഉൾപ്പെടുത്തണ്ടേ. 1964 കിഴക്ക് വീട്ടിൽ ശ്രീ ബാലകൃഷ്ണ മേനോനാണ് ഭാരത് ഹോട്ടൽ തുടങ്ങിയത്. വെജിറ്റേറിയൻ വിഭവങ്ങൾ നല്ല സ്വാദോടുകൂടിയും നല്ല വൃത്തിയോടുകൂടിയും തൃശ്ശൂരിലെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി. ആ ഉദ്ദേശം നടന്നു എന്ന് മാത്രമല്ല, 62 വർഷങ്ങൾക്ക് അപ്പുറം തൃശ്ശൂരിലെ ദ ബെസ്റ്റ് വെജിറ്റേറിയൻ ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം ഭാരതാണെന്ന്. തൃശ്ശൂർക്കാരുടെ സ്വന്തം രാഗം തിയേറ്റർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പടമാണ് ഓടണേ. വി.ഡി. സതീശൻ സാറിൻ്റെ അല്ലാട്ടാ, തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് അണ്ണൻ്റെ. 2 ദിവസം മുന്നേ ഞാൻ കണ്ടായിരുന്നു സിനിമ. പടം എനിക്കത്ര അങ്ങ് വർക്കായിട്ടില്ല. നമ്മൾ തൃശ്ശൂർ രാഗത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടെ നേരെ പോണു ഭാരതിലേക്ക്. തൃശ്ശൂർ ഭാരതിൽ ആദ്യമായി ഞാൻ ആദ്യമായിട്ടാ. ചൂടുവെള്ളമാണ്, അത് നന്നായി. പിന്നെ ഞങ്ങൾ 2 പേര് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കഴിയുമ്പോഴേക്കും ഒരു നെയ്റോസ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടേ. മസാല ദോശയുടെ കൂടെ തേങ്ങാ ചട്നി, സാമ്പാർ, പിന്നെ നല്ല ചട്നിപ്പൊടി എണ്ണയിൽ ചാലിച്ചതൊക്കെ ഉണ്ട്. കിണ്ണത്തിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കിടന്നുണ്ട്. സാധാരണ ദോശയൊക്കെ പുറത്തോട്ട് നിൽക്കില്ല. അതെ, അതിന് വ്യത്യാസമായിട്ട് അത് പൊടി കൂടി കഴിക്കാം. കാണുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്പിനെസ് തോന്നുന്നുണ്ട്. സാധാരണ ദോശ തേങ്ങാ ചട്നി അടിപൊളി. മസാല ദോശയിലുള്ള ആ ഒരു മസാല കിഴങ്ങൊക്കെ നല്ല സ്മാഷ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മസാല മാത്രമായിട്ട് കഴിക്കാൻ തന്നെ എന്തൊരു ടേസ്റ്റാണ്. അതോടൊപ്പം തന്നെ ആ തേങ്ങാ ചട്നി കൂടി ചേർത്തപ്പോൾ വേറെ ലെവലായിരുന്നു കേട്ടോ. മസാല ദോശ ഞാൻ തുടങ്ങി കുറച്ച് സമയമായുള്ളൂ, അപ്പോഴേക്കും നെയ്റോസ്റ്റും നമ്മുടെ ടേബിളിലേക്ക് എത്തി. ഈ പൊടിയൊന്നും നമുക്ക് ഇങ്ങനെ കിട്ടില്ല. പൊതുവെ നമ്മൾ വീട്ടിൽ പൊടിയിട്ടിട്ട് അതിൽ എണ്ണ ഒഴിച്ചാൽ അങ്ങനെ കിട്ടുന്ന ആ ഒരു ഫീലല്ലേ, അത് ശരിക്കും കിട്ടി. അടുത്തത് ഇവരുടെ സാമ്പാർ. ആ സാമ്പാറിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കൂ. അതോടൊപ്പം തന്നെ അതിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യം മസാല മാത്രം കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് ദ ബെസ്റ്റ് എന്ന്. അതിനുശേഷം തേങ്ങാ ചട്നി കൂട്ടി കഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് ദ ബെസ്റ്റ് എന്ന്. പക്ഷെ സാമ്പാർ കൂട്ടി കഴിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇവിടുത്തെ സാമ്പാറും തേങ്ങാ ചട്നിയും ഒന്നിനൊന്ന് മെച്ചമാണ്. ബാക്കിയുള്ള തേങ്ങാ ചട്നി മൊത്തം ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് തട്ടി. എനിക്കിത് പെട്ടെന്ന് തീർത്തിട്ട് വേണം അടുത്ത ആ നെയ്റോസ്റ്റ് കഴിക്കാൻ. അത് ഓൾറെഡി അവരവിടെ കൊടന്നു വെക്കുകയും ചെയ്തു. AC ഹോളുമാണ്. തണുത്ത് പോയാൽ പിന്നെ നമ്മൾ പുതിയത് പറയേണ്ടി വരും. അപ്പോഴേക്കും ഉള്ളി ചട്നി നമ്മുടെ ടേബിളിലേക്ക് ആ ചേട്ടൻ കൊടന്നു വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഫ്രഷിൽ ഉണ്ടാക്കിയതാവും, പറിച്ചിട്ടേ ഉണ്ടാവും. അതെ,
ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ മസാല ദോശയുടെ കൂടെയും നെയ്റോസ്റ്റിൻ്റെ കൂടെയും ഉഴുന്നുവട ആഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് മിക്ക വെജിറ്റേറിയൻ ഹോട്ടലുകളിലും. ഇവിടെ അതില്ല. വട വരുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, എന്തായാലും അവർ കൊടുന്നതല്ലേ കഴിച്ചേക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ കഴിക്കും. ഒരു രക്ഷയില്ല. അച്ഛൻ മസാല ദോശ കഴിഞ്ഞ് നെയ്റോസ്റ്റിലേക്ക് എത്തി. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന സുനിത ടീച്ചർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഭാരതിനെ കുറിച്ചും പത്തൻസിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കണത്. ടീച്ചർ തൃശ്ശൂർക്കാരിയാണ്. ദിവസവും തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് യാത്ര ചെയ്യും. ഇവിടെ കിട്ടുന്ന തൈര് വട വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്നാണ് ടീച്ചർ പറഞ്ഞത്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ മാത്രം കിട്ടുന്ന ചോള ഭട്ടൂരയും ചന മസാലയും മസ്റ്റ് ട്രൈ ആണത്ര. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ അടുത്ത് നമ്മുടെ ഹൃഷിച്ചേട്ടൻ്റെ വ്ളോഗിലും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു. എന്തായാലും മറ്റൊരിക്കലും നമുക്ക് ആ 2 ഡിഷസും ട്രൈ ചെയ്യണം. രാവിലെ ആയതുകൊണ്ടാണ് ഭാഗ്യം. വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ ഊണ് കഴിക്കുമ്പോൾ ഈ കല്യാണത്തിന് നിൽക്കണ പോലെ ആൾക്കാർ പിന്നിലിങ്ങനെ നിൽക്കുന്നറിയ. അല്ല ഇവിടെയും നല്ല സുട 2 കോഫി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനൊരുവിധം മസാല ദോശ കഴിച്ചു തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണം നെയ് റോസ്റ്റിൽ ഒരു പിടി പിടിക്കാൻ. നടക്കണം. അതെ അതെ അതെ. ഓക്കെ. ഇത് വന്ന ഉടനെ നമ്മൾ എടുത്തില്ല, ഒരു 5 മിനിറ്റ് ഡിലേ ഉണ്ടായില്ലേ. നമ്മൾ മസാലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോണ്ടേ നെയ് റോസ്റ്റ് കുറച്ചേരം ഒന്ന് ഇരുന്നല്ലോ, പ്രത്യേകിച്ച് AC അല്ലേ, അതുകൊണ്ടാണ്. അതെൻ്റെ മാത്രം തെറ്റാണ്. കാരണം ഞാൻ വ്ളോഗിങ്ങിനൊക്കെ ഇടയിൽ മസാല ദോശ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ നെയ് റോസ്റ്റ് കുറച്ച് തണുത്തുപോയി. ഉള്ളിച്ചട്നി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ട് നോക്കിയില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് ഓർത്തേ. അപ്പോൾ ഫ്രഷ് ആയി കൊടുന്ന ഉള്ളിച്ചട്നി കുറച്ചെടുത്ത് പ്ലേറ്റിലേക്ക് തട്ടി. ഫ്രഷ് ഉള്ളിച്ചട്നിയാണ്. നെയ് റോസ്റ്റും കൊള്ളാം, പക്ഷേ എനിക്ക് മസാല ദോശയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ. ഞാൻ അച്ഛനോട് പറയായിരുന്നേ, ഈ ഒരു സാമ്പാറും അതുപോലെ തന്നെ ഈ ഒഴിക്കണ തേങ്ങാ ചട്നിയും കഴിക്കാൻ വേണ്ടി മാത്രം KSRTC ബസ് പിടിച്ച് നമ്മുടെ തൃശ്ശൂർക്ക് വന്നു കഴിഞ്ഞാലും നഷ്ടം പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, ഇതൊക്കെ ഒരു ഡയലോഗല്ലേ. കോഫിയിൽ കുറച്ചും കൂടി മധുരമാവാന്ന് അച്ഛന് തോന്നി. അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഷുഗർ കൊടുന്നു തന്നു. ആരെങ്കിലും വരുമ്പോൾ ധൈര്യമായിട്ട് കൊണ്ടുവരാം. ആൾക്കാർക്ക് മോശം അഭിപ്രായം തരും. അതെ അതെ അതെ. കോഫി ലവേഴ്സിനും ധൈര്യമായിട്ട് വരാം. 2 മസാല ദോശയും 1 നെയ് റോസ്റ്റും 2 കോഫി അടക്കം മൊത്തം 337 രൂപയാണ് ബില്ല് വന്നത്. നല്ല വൃത്തിയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ നല്ല സർവീസാണ്, അത് എടുത്തു പറയണം. അങ്ങനെ ഭാരതിനോട് തൽക്കാലത്തേക്ക് വിട പറയുകയാണ്. ഇനിയിപ്പോൾ തൃശ്ശൂർ നമുക്ക് വലിയ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം കറങ്ങി നടക്കാതെ വടക്കേ സ്റ്റാൻഡിൽ നിന്ന് നേരെ ഒറ്റപ്പാലം ബസ് പിടിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ ഈ ഭാരത് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുന്ന കാര്യവും ഒന്ന് പരിഗണിക്കുക. നമുക്ക് ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം.